അതാണ് നമ്മുടെ വീട്ടിൽ തന്നെ മഹത്വം നമ്മൾ തിരിച്ചറിയാൻ വൈകി. വീട്ടിലെറി മുറിക്കാണ് ചക്ക ഉപ്പേരി. തൃശ്ശൂരുകാർ പറഞ്ഞ ചക്ക ഉപ്പേരിക്ക് മാറ്റിയിട്ടാണ് ഇത്. നല്ല ഒരു നനവില്ലാത്ത ചക്കയായി സരിത. ഭയങ്കര ടേസ്റ്റ് അല്ലേ. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ സാധനം വരുന്നത് വട്ടമാങ്ങര മാങ്ങ. അമ്മ കൂട്ടാൻ കാച്ചുമ്പോഴാണ് കൂട്ടാൻ ടേസ്റ്റ്. നമ്മളെ 3 കൊല്ലം മുമ്പ് നമ്മുടെ പ്ലാവ് കണ്ടമാന ചക്കയായിരുന്നു. നമ്മുടെ ഈ വീട് പണിയുടെ റിനോവേഷൻ നടക്കുന്ന ടൈമിൽ ലോഡ് ചക്കയായിരുന്നു. പണിക്കാരൊക്കെ ഉണ്ട്. വന്ന പണിക്കാരൊക്കെ ഇഷ്ടംപോലെ ചക്ക ഇട്ടുകൊണ്ടില്ലായിരുന്നു പണി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്ലാവ് പണി മുടക്കി. ഇവൻ ഇക്കൊല്ലം തൊട്ടൊരു പണി മുടക്കി അല്ലേ? കഴിഞ്ഞ പോലെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞു, ഈ പ്ലാവ് ചക്ക ഇല്ലെങ്കിൽ ഇതുമേ ഒരു 12 വെട്ടോത്തി കൊണ്ട്, 12 വെട്ടോത്തി കൊണ്ടല്ല, ഒരു വെട്ടോത്തി കൊണ്ട് 12 വെട്ട് വെട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഓരോ വെട്ടുകൾ ഇതിങ്ങനെ വെറുതെ കണ്ടാ ഒരു വെട്ട് വെട്ടിയതാണ്. 2 ഇങ്ങനെ അവിടെ ഇടിക്കായിട്ട് 12 വെട്ട് വെട്ടി. ഇവിടെ ഒരു വെട്ട്. അപ്പോൾ ഇന്ന് ചക്ക ഒരു ചെറിയ ചക്ക 2 പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളത് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ലേ. കണ്ടാ 2 ചക്ക ഉണ്ടായി. അത് തോരനിടാറായി കണ്ടാ. അപ്പം ഇതിന് ഇവിടെ ഇങ്ങോട്ട് കയറിയിട്ട് ഇതിന് ഇങ്ങോട്ട് കയറി ഇതായിട്ട് നോക്കിയിട്ടില്ലേട്ടാ. ഇവിടെ നോക്കും 2 ചക്ക ഉണ്ടായിൻ്റെ. പിന്നെ ഞാൻ കഴിഞ്ഞ എൻ്റെ മുന്നിൽ താഴ്ചയുണ്ട് നോക്കിയപ്പോഴേ സരിതനെ വിളിച്ച് നോക്കിയിട്ട് ഇവിടെ മുകളിൽ കൊമ്പുമ്പോൾ അങ്ങനെ ഒരു 5-10 ചക്ക വാണ്ടന്മാര് നിൽക്കണു. 12 ചക്ക ഉണ്ടായില്ലേ? വെട്ട് വെട്ടിയാരം 12 കണ്ടാ. 12 ചക്കയാണ് ഉണ്ടായത്. വില അത് മുകളിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ അരുങ്കോക്കിനെ തന്നെ വിളിക്കണം, അല്ലാണ്ട് നമുക്ക് പറ്റില്ല. അപ്പം വിളിച്ചിട്ടുണ്ട്, വന്നിട്ടില്ലേ? അതിന് തിരക്കാണ്. കാരണം മഴക്കാലല്ല വരുന്നത്. അപ്പോൾ ആളുകൾ ഈ വീടിൻ്റെ അവിടേക്കും ഇവിടേക്കും തിരക്കായിരിക്കും. പറഞ്ഞു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്കൊല്ലം ആദ്യമായിട്ട് നമ്മൾ ചക്ക വെട്ടിയിട്ട് ചക്കരിശ്ശേരി ഉണ്ടാക്കാൻ പോകണം. നമുക്ക് വീട്ടിലെ ചക്ക ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നു. കാരണം ഇത് ഭയങ്കര ടേസ്റ്റ് ഇതിന്റെ വേറെ ചക്കകളൊക്കെ കിട്ടി, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് പിടിക്കണില്ല. ഒരു ചക്ക കുരിയിച്ചറന്ന് റോഡിൽ വിൽക്കണോടത്തുനിന്ന് വാങ്ങിച്ചു കൊടുന്നിട്ട് കൂട്ടാൻ വെച്ചു. ഒരു രസമില്ല അല്ലേ? എന്തൊരു രസം ഉണ്ടെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വീട്ടിൽ തന്നെ മഹത്വം നമ്മൾ തിരിച്ചറിയാൻ വൈകി. ഇപ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുന്നത്. ഇല്ലാണ്ടായിപ്പോ കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ വില അറിയുള്ളൂ. അതന്നെ, മുറ്റത്തെ മുലയ്ക്ക് മണലില്ല. അപ്പൊ നമ്മള് ആദ്യമായിട്ട് ചക്ക കൂട്ടാൻ ചക്കരിശ്ശേരിക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഈ ചക്ക ഇടാൻ പോകണം കേട്ടാ. മഴക്കാലം തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്ന് കനത്ത മഴയായിരുന്നു. അപ്പോൾ ഞാൻ കയറിയിട്ട് തരില്ല, അതിന് മുറിച്ചെടുത്ത് തരാം. നിലത്തിടാൻ പറ്റില്ല. അയ്യോ, ഞാൻ പിടിക്കണ? എനിക്ക് പിടിക്കാൻ പറ്റില്ല. നീ പിടിക്കുന്ന വേണ്ട. അപ്പോൾ ഇതുവരെ അതിനെ കണ്ടു തുടങ്ങണ്ട. നല്ല സ്ട്രോങ് തോന്നും. ഈ കത്തി തന്നാൽ മതി. അത് തരാം. അപകടാവോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പുറത്തുനിന്ന് കയറാം. നല്ലത്. അതെ, ഇത് ഭയങ്കര സ്ലോപ്പ് ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് കൂടുമല്ലോ. കോണിക്ക് ലോഡ് കൂടുമല്ലോ. ഈ കോണി അടിപൊളി കോണി കേട്ടാ. സുമേഷ് പണത്തെ കോണിയാണ് എൻ്റെത്. അങ്ങനെ നമ്മുടെ കോണി സെറ്റായിട്ട് ഞാൻ കയറാൻ പോകട്ടെ. എനിക്ക് കത്തിയെന്നുള്ളത് സരിതാ. ഞാൻ വല്ലാണ്ട് ഉയരത്തിലേക്ക് കയറുന്നില്ല. ഇതിനെ വലിച്ചിടാനായിട്ട് തോട്ടിയുടെ ആവശ്യമില്ല, കാരണം വലിയ ഹൈറ്റില്ലല്ലോ. സരിത ചക്ക കത്തിയാടി. അപ്പൊ നീയേ താഴത്തുനിന്ന് അവിടെ നിന്ന് മാറുന്നേ. വല്ല കുരുത്തക്കേട് എൻ്റെ കൈ തെറ്റിയിട്ട് മുറിക്കാണ്. നല്ലത് മുറിക്കാണ്. അമ്പോ കണ്ട, ഒരു അനക്കല്ലാണ്ട് നമ്മൾ ചക്കയെ മുറിച്ചെടുത്തു. അങ്ങനെ ഇക്കൊല്ലം അതിന്റെ ഇതൊക്കെ ഓഫാണോ? നമ്മുടെ വീട്ടിൽ ചക്ക കിട്ടി. നോക്കിയേ, ഒരു അനക്കല്ലാണ്ട് കിട്ടിയിട്ടത്. വളരെ അതിസാഹസികമായി ചേട്ടൻ അങ്ങനെയൊക്കെയല്ലേ ചേട്ടാ പുറത്തേക്ക് വെക്കുക. നമ്മുടെ ചക്ക വെള്ളം കയറിയത് ഞാൻ അറിയണം. അങ്ങനെ നമ്മുടെ വലിയ പ്ലാവിൻ്റെ ചക്ക ആദ്യമായിട്ട് വെട്ടുകയാണ് ഇക്കൊല്ലം. വെള്ളം കയറാണ്ട് മതി, കാരണം അയ്യോ എൻ്റെ വെട്ട് ചൂറ്റി. അതേ അയ്യോ മൂത്തിട്ടില്ലേ? ആഹാ, പറ്റിയ സാധനം. ചേട്ടാ കുഴപ്പമില്ല. ഇതിൻ്റെ ഇരിപ്പ് വേണ്ട, തബലേരെ പോലെയില്ലേ. ചേട്ടനൊന്നും മിണ്ടാണ്ടിരിക്കുന്നു. ഇതിൻ്റെ പശിക്ക് അത്ര കട്ടിയില്ല ചേട്ടാ.
വെള്ളം കേറിണ്ട് തോന്നുന്നു മഴയത്ത്. ഏയ് വെള്ളല്ലേ പോണേ. ചില ടൈമിൽ വെള്ളം പിടിക്കില്ല, പിന്നെ ഒന്നും പിടിക്കില്ല, പശയില്ല, വളരെ കുറവ് പശയാണ്. പശയൊക്കെ ഉണ്ടാകും. അപ്പോൾ ചക്കനെ 4 പീസുകളായിട്ട് കൊണ്ടുപോകാം നമുക്ക് അവിടെ. കുടിലിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത്ര മതി സരിത കൂട്ടാൻ വയ്ക്കാൻ? ആ കുറച്ച് മതി, കുറച്ചല്ല നാളികേരം ചെരുകി വെച്ചിട്ടുള്ളൂ. ഇതും കൊണ്ട് നമുക്ക് കുടിലിരിക്കാണ്ട് പോവാം. ജഗ 2 പീസ് എടുത്താൽ. അപ്പോൾ നമ്മൾ നമ്മുടെ കുടിലിലേക്കാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കുടിലേക്ക് വന്നു. മൂക്ക് ചെത്തുന്നു. എൻ്റെ അമ്മ നല്ല മൂക്കണ്ടല്ലേ. ശരിക്കും പറഞ്ഞാലേ ഇത് ഉപ്പേരിക്കുള്ള പാക ചേട്ടാ. ശരിക്കുള്ള പാകമായിട്ടില്ല. കുറച്ചുകൂടി മുക്കണം. ഇത്തിരി നീങ്ങിരുന്നൂടെ? അങ്ങനെ എത്തിച്ചത് ആലോചിക്കണ നേരം അങ്ങോട്ട് നീങ്ങിരുന്നൂടെ? ചൊള പറിച്ചു കൊടുക്കാം. മൂപ്പ് കുറവാ. അപ്പൊ നമുക്കൊരു ഉപ്പേരി വയ്ക്കാം. അപ്പൊ നമുക്ക് ചേഞ്ച്. അപ്പൊ നമുക്ക് അല്ല അപ്പൊ ചിപ്സ് വയ്ക്കാന്ന്. അപ്പൊ നമുക്ക് ചക്ക ഉപ്പേരി. തൃശ്ശൂർകാർ പറഞ്ഞ ചക്ക ഉപ്പേരിക്ക് മാറ്റിയിട്ടാ. പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അതിനിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടാ. അല്ല ആ ചക്ക ഉപ്പേരി മോശമൊന്നുമല്ല, ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ്. ഇത് പറ്റിയ സാധനമാണ്. വെള്ളം ഒരു തുണ്ട് പോലും കയറിയിട്ടില്ല. കണ്ടാ അല്ല കയറിയിട്ടില്ല. വേരലുകൾക്കൊക്കെ നല്ല ബലം കിട്ടും സരിത അങ്ങനെ ചക്കച്ചോള പറിക്കുമ്പോഴേ. നമ്മളെ ആ ചക്ക ബാക്കിയുള്ള മുറി വേണ്ടി എടുത്ത് തോന്നുന്നത് നന്നാക്കിയിട്ടാ. കാരണം തയ്യില്ല. ഇങ്ങനത്തെ കൂട്ടാനാകുമ്പോൾ നമുക്ക് തയ്യില്ല. അതൊന്നല്ല, ഇത് നന്നാക്കാൻ തുടങ്ങിയപ്പോ ചേട്ടന് ഇത് വറുത്ത് തിന്നാൻ തോന്നി കുറച്ച്. അപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെയുണ്ടായേ അല്ല, എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നുറുക്കാൻ പറഞ്ഞു ഉപ്പേരിക്ക്. അങ്ങനെ ഉണ്ടായില്ല. ഉണ്ടായിരുന്നല്ല, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ നീളത്തിലൊന്ന് അരിയുന്നു കേട്ടാ. നല്ല വെയിലപ്പോ മരങ്ങൾ പോയപ്പോഴേ ചൂടുണ്ട് ഇവിടെ ഇരിക്കാൻ. ഫാനിട്ടിരിക്കാൻ പറയുമ്പോ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയല്ലേ, കുറച്ച് നേരത്തെയല്ലേ തോർന്നേ. അല്ല ഫാനിട്ടിരിക്കാൻ നമുക്ക്. ഞാൻ പിന്നെ ഈ മറ്റേ വർത്താൻ പറഞ്ഞ ശബ്ദശല്യം ഇല്ലാണ്ടിരിക്കാൻ ഫാൻ ഇടാണ്ടിരിക്കണതേ. ഇമ്മറാന്ന് നോക്കി അങ്ങോട്ട് കടക്കണം. ഇതേ പുറത്തേക്ക് ചാടാൻ പോട്ടില്ല, മതിൽ ചാടാൻ പോട്ടില്ല. ചാടി വീണ്ടും ഇനി അപ്പുറത്തേക്ക്. ചാർലി അയ്യോ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. തെറ്റിദ്ധരിച്ചു. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. ചോറ് തരാട്ടാ. ചോറിന് കേട്ടടിക്ക് അവിടെ നോക്കണം നോക്കിയെടുത്ത. ചോറിന് കേട്ടടിക്ക് അവിടെ തുറത്ത് നോക്കണം നോക്കിയേ. അപ്പം കുറച്ച് ഇതേ വറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് പൊടി ഇട്ട്, ഇത് ഞാൻ മലയാള മനോരമയിൽ കണ്ടാണ് കേട്ടോ. അത് പ്രകാരമാണ് ചെയ്യണത്. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ഇതില്ല തരിക ടീസ്പൂണ്, സ്വല്പം മഞ്ഞൾപ്പൊടി. അയ്യോ അത് അവിടെ ഇരിക്കുന്നുണ്ട് അടുക്കളയിൽ. എന്നിട്ട് തിരുമ്പി വയ്ക്കുക കുറച്ച് നേരം. ഇത് നല്ല ഒരു നനവില്ലാത്ത ചക്ക സരിത തിരുമ്പി വയ്ക്കുക കേട്ടോ. കുറച്ച് നേരം പൊത്തിരിക്കിട്ട് നമ്മൾ കുറച്ച് ചക്ക വറക്കാൻ പോവാണ്. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കട്ടെ. നമ്മൾ അടുപ്പ് തീ കത്തിച്ചിട്ട് ചീഞ്ചട്ടി വെച്ച് ചൂടായിട്ടാ. അപ്പോൾ നമ്മളെ ഈ മറ്റല്ലേ ഏത് ചക്ക ചുളാതെ ഉപ്പും മഞ്ഞളും തേച്ച് പിടിപ്പിച്ചിട്ട് ഇവിടെ കുറച്ച് നേരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവരിന്ന് വെറുതെ ഇന്ന് തമാശ നമുക്കത് പിഴിഞ്ഞിട്ടൊന്ന് ചെയ്തോ കേട്ടാ. അയ്യോ എന്താ നോക്കിയോട്ടെ നോക്കിയോട്ടാ. ഇതിങ്ങനെ പിഴിയുമ്പോൾ വല്ലതും വരും നോക്കാനേ. വെള്ളം വരുമായിരിക്കും.
ആ അതെ കണ്ട വെള്ളം വേണ്ട നോക്കിയേ വെള്ളം പോണ നോക്കിയേ ഇതെൻ്റെ ഒരു പരീക്ഷണ ഇതാണ് കേട്ടാ നോക്കിയേ പിഴിയാൻ അവർ പറഞ്ഞിട്ടില്ല അല്ലേ? പിഴിയാൻ അവർ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനിത് ഉപ്പും മഞ്ഞളും തിരുമ്പി വയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഉപ്പും മഞ്ഞളും തിരുമ്മിയിട്ട് പിന്നെ വെള്ളമായിരിക്കും. ഇത് നമ്മുടെ ചക്കയിൽ വെള്ളം കുറവാണ്. അപ്പം ഞാൻ നന്നായി പിഴിഞ്ഞിട്ട് ഇത് കണ്ട നോക്കിയേ ഡ്രൈ ആക്കാൻ നന്നായി അവിടെ ചക്ക ഒന്നും പൊട്ടിയിട്ടില്ല സരിത. മറ്റേത് എന്താ പറയാ ചൂടാറുമ്പോൾ തളർന്ന പോലെയല്ലേ? അതന്നെ. ഇതെങ്ങനെയാവുണ്ടോ നോക്കാം. മനോരമ പത്രത്തിൽ കണ്ടതാ. മനോരമ പത്രത്തില് ഓൺലൈനിലാണ് കണ്ടായിരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് നോക്കിയാ ഇനി നമുക്കൊന്ന് വറക്കാം കേട്ടാ. ഉപ്പുണ്ടെന്ന് നോക്കിയാൽ വെറുതെ ഉപ്പുണ്ട്. വെള്ളം കളഞ്ഞു. സാധാരണ നമ്മൾ ലാസ്റ്റ് കോരാൻ നേരത്താണ് ഉപ്പ് വെള്ളം തെളിക്കുക അല്ലേ? പകരം ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ. കുറച്ചുണ്ടാകണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടാ. കുറച്ചും കൂടി വേണേ ആക്കിയാട്ടാ. ഇഷ്ടം പോലെ ഉണ്ട്. അല്ല ഇത് വിജയിക്കുകയാണെങ്കിൽ മതി തരുതേ. വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചക്ക ഉണ്ടാവില്ല. നോക്കിയോട്ടെ. സരിതര ചക്ക നുറുക്കൽ കഴിഞ്ഞില്ലേ? ഒരു നേരമായിട്ട് ഇല്ല. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇടാം. വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് ചൂടായി തോന്നുന്നു. അപ്പോൾ തീ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല ചേട്ടാ. ഇല്ല അധികം 2 പാർട്ടായിട്ട് നമുക്ക് വറക്കാം. ഇല്ലേ വെളിച്ചെണ്ണയൊക്കെ പാകത്തിന് ചൂടായിട്ടില്ല. പൊള്ളക്കിൻ്റെ ഇട്ട തരുതാ. കുറച്ചുകൂടി അപ്പോൾ നീളത്തിൽ അരിയട്ടെ. നീ അരിഞ്ഞു വെച്ചോ കുഴപ്പമില്ല. നമുക്ക് ആക്കാം. പിന്നെ ഇപ്പം ഇറക്കി ഇത് മതി. ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അതൊക്കെയാവും. നല്ല കിലെങ്കിലും തന്നെ നമുക്ക് പോരാട്ടാ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട. അതാണ് ഇതിൻ്റെ. ഞാൻ 2 എടുത്ത് നോക്കി കേട്ടാ. സൂപ്പറായി അതിൻ്റെ കൊണ്ട്. ഫസ്റ്റ് അതാ. നമുക്ക് രണ്ടാമത്തേക്കും ഇട്ടാം. ഇത് നോക്കിയേ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നല്ല രസം കൂടുതലല്ലേ? എങ്ങനെയുണ്ട് സാധനം സരിത? രസമുണ്ട്. പക്ഷെ ചിലത് തളർന്നിട്ടിരിക്കണേ ആടാ. പിന്നെ ഞാൻ വിചാരിച്ചേ എല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഓ ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഉപ്പ് നന്നായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ അരിയിൽ കഴിഞ്ഞു. ഇല്ല അരിയിൽ കഴിഞ്ഞിട്ട് നീ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ എന്നിട്ട് ഗുണം പറഞ്ഞ ഒറ്റയടിക്ക് നല്ലതിൽ വെന്ത് കിട്ടും. അതന്നെ ഒറ്റ വിസിലടുപ്പിക്കുക. അത്ര അടുക്കളയിൽ കൊണ്ട് പോയിട്ട് വിസിലടുപ്പിച്ചിട്ട് കൊണ്ടുവരാം. എല്ലാവരുടെയും അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ചക്ക കഴുകുന്നില്ല. കൊള്ളോ ഇതിൽ മുഴുവൻ എടുക്കണം. അത്ര മതി. ഇപ്പോഴത്തേക്കും മതി. അത് ഫ്രിഡ്ജിലെടുത്തേക്ക് നമുക്ക് നാളെ കാലത്ത് കൂടാൻ വയ്ക്കാം. ഓക്കെ. അപ്പം ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് വരാം. ഇവിടെ എന്നിട്ട് കാച്ചണേ കാച്ചിട്ട് ഒക്കെ ഇനിയിപ്പോൾ കൂട്ടാനായിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നേ? അല്ല ഇവിടെ കാച്ചാം. ഇവിടെ കാച്ചാം. ഞാൻ പിന്നെ അത് വേവിച്ചിട്ട് വരാം. ഉപ്പിട്ടോ? ഉപ്പിടണു. കുറച്ച് വെള്ളം ഒഴിക്കണം. എലിശ്ശേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളല്ല കൊണ്ടുവന്നേക്കണം. നാളികേരൊക്കെ അതാണ് ഒരുവിധം കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ ഇത് കാച്ചാനായിട്ട് കുത്തിപ്പൊടി മുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇത് കൊണ്ടുപോവാല്ലേ? നമ്മുടെ ഉപ്പേരി വറക്കൽ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു പാത്രം അടുപ്പത്തേക്കിട്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മീൻ
ഇന്നലെ കൊഴുവ വാങ്ങിച്ചിട്ടത് മഞ്ഞളും മിളകും ഉപ്പൊക്കെ ചേർത്ത് എന്താ പറയുക ചേർത്തല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറക്കാൻ വെച്ചു. ഇതിൽ വറക്കുമ്പോൾ അടിയെ പിടിക്കുമോയെന്ന് അറിയുന്നില്ല. സരിത പറഞ്ഞാൽ അടിയെ പിടിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. ഇത് മറ്റേ സാധനമൊക്കെ വറക്കണതല്ലേ. ഉച്ചി ചോറിനാൻ ചക്ക കൂട്ടാൻ്റെ ഒപ്പം ഇതായിക്കോട്ടെ. വറക്കണ പാത്രം എന്നല്ല, വെറുതെ ഒരു പരീക്ഷണം. ചക്ക വറുത്ത് കയ്യാറായിട്ടാ. ഇത് മറ്റേ ജംബോ കൊഴുവീൻ കേട്ടാ. ആ പരിതൊക്കെ കൊണ്ടുവരുന്നില്ല. ഞാൻ ഈ കൊഴുവേനെ വെറുതെ വറക്കാൻ വെച്ചത് തരുതാ. കടി പിടിക്കാനേ പിടിക്കട്ടെ. ഇത് വേവിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. വേണ്ട ഒറ്റ വിസില്. അതെ, ചക്ക വെന്ത് ഫുള്ളായിട്ട്. ചൂടാറിയിട്ട് ഇതായിട്ടില്ല. ആ തണുത്തിട്ടില്ല. നല്ല ചൂടാറിയിട്ട് തണുത്തിട്ടില്ല, തളർന്നിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വിജയിച്ചാ പരിപാടി. പക്ഷെ ഉപ്പ് ലേശം കൂടുതലായി പോയിന്ന് മാത്രം. ഉപ്പ് കുറയ്ക്കല്ലോ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുകളിൽ മഴക്കാരായി തുടങ്ങിയിട്ട് പോ. നല്ല മഴക്കാരുണ്ട്. നീ വെറുതെ ഇരിക്കണേ മാങ്ങ ചെത്തിക്കുക. മാമ്പഴം തന്നെ വേണ്ട. ചോറിന് ടൈമല്ല അല്ലേ? അടി ചെത്തിക്കുക. ഏതെങ്കിലും ഒന്ന് പറയും ചെത്തണോ വേണ്ടയോ? ചെത്തിക്കോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ചോറിന് ടൈമല്ല വേണ്ടാന്ന്. ആ അപ്പോൾ ചോറിന് ടൈമല്ല വല്ലവരും തിന്നുമോ? ആ അപ്പം ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു ചെത്താൻ. അപ്പം എന്നിട്ട് വേണ്ടേ ചെത്തിക്കോ എന്തായാലും. നമ്മുടെ മാമ ഇഷ്ടം പോലെയായിട്ട് മൂവാണ്ടം മാങ്ങിൻ്റെ ആവണത്. അണ്ണാർക്കണ്ണന്മാർക്കും പാറാടർക്കും നല്ല കോള. ഒരു ക്ഷാമൂല്ല. അത് തിന്നിട്ടും ബാക്കി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നമുക്ക് അല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ സാധനമാണ് ഇത് ഈ കാണുന്നത്. കണ്ട കറുപ്പകുത്തിൻ്റെ അടിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചിലത് ചിലപ്പോൾ അയ്യോ അതെവിടെ ഇത് കാണുന്നത് കണ്ട കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ പോലത്തെ കണ്ട കൃമികൾ പോലത്തെ സാധനം. എല്ലാ കറുപ്പകുത്തിൻ്റെ ഒന്നും ഉണ്ടാവില്ല, ചിലതിൻ്റെ മാത്രം കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഉണ്ടാവുന്നു. അപ്പം അതുകൊണ്ട് തൊലി അടക്കം ഇങ്ങനെ തിന്നുമ്പോൾ ഇതൊക്കെ പെടും, നമ്മുടെ വായിൽ പെടും. വായിൽ വയറ്റിലേക്കൊക്കെ പോവും. അയ്യോ ഇതാടി പിടിക്കില്ല. അപ്പോൾ നമ്മുടെ മൂവാണ്ടൻ മാമ്പഴം പഴുത്തല്ല ഈ പൂളി വെച്ച് അത് നമ്മൾ ഒരെണ്ണം കഴിക്കാൻ. ചോറിനാണ് സമയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊലി ചെത്തേണ്ട ആവശ്യമില്ല അല്ലേ. തൊലി തിന്നാനും നല്ല രസമാണ്. നമ്മുടെ വീട്ടിലെ മൂവാണ്ട മാങ്ങ ഇഷ്ടം പോലെയാണ്. എല്ലാ മാവും മൂവാണ്ടനാ. തൊലിയപ്പനുണ്ട് അല്ല ഞണ്ട് അവിടെ ഇഷ്ടം പോലെ. അല്ല തൊലിയപ്പുണ്ട്, പ്ലിയൂറുണ്ട്, പിന്നെ വട്ടമാങ്ങ. പണ്ടത്തെ വട്ടമാങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞ് കണ്ണിയങ്ങ ഇരിക്കുന്ന ടൈമിൽ നമുക്കത് പൊട്ടിച്ചിട്ട് ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് മണടിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ സാധനം വരുന്നത് വട്ടമാങ്ങയുടെ മാങ്ങ. അതിൻ്റെ മണമാണ് നമുക്ക് ഒരു മാങ്ങയുടെ മണം എന്ന് പറഞ്ഞിട്ടില്ലേ. നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് വട്ടമാവ് ഇഷ്ടം പോലെ പണ്ട് കാലങ്ങളിൽ. ഇപ്പം ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാണ്ടായി. ഭയങ്കര ടേസ്റ്റുള്ള മാമ്പഴമാണ് വട്ടമാവ്. ആ ഇവിടെയും കാരണം അത് ഒരെണ്ണുള്ളത് മുറിച്ചു, നമ്മുടെ വഴിയിലുള്ളത് മുറിച്ചു. വട്ടമായിരുന്നു. തീ ഭയങ്കരമായിട്ട് കത്തുന്നു. അതാ വിധിയ. നിലത്ത് വീണ് കിട്ടണ മാങ്ങളായി കാരണേ കറക്റ്റ് ഭാഗം അല്ല. അങ്ങനെ ചില ഭാഗങ്ങൾ നിലത്ത് വന്ന് വീണ് കുത്തിയ ഭാഗ്യം ചതഞ്ഞിട്ട് പൊട്ടിക്കാനായിട്ട് എത്തില്ല. ഷീറ്റ് അടിക്കണേലും മുന്നാണെങ്കിൽ നമുക്കൊക്കെ പൊട്ടിക്കാൻ പറ്റും. ടെറസിന്റെ മുകളിൽ ഇപ്പൊ നമുക്ക് ഷീറ്റിന്റെ മുകളിലാണ് ഈ സാധനം കിടക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ നിറച്ച് മാങ്ങ എൻ്റെ കയ്യിൽ നിന്ന് നേരെ നിറച്ച് മാങ്ങിയ കടാ. നോക്ക് കണ്ടാ. ഇത് മറ്റേ ഈ സരിത നമ്മുടെ ഇതിൽ കിട്ടണ പോലെ കിട്ടില്ലേ സരിത? എന്താ പറയുക മറ്റേ ഇതിനെ പറയാ നോൺ സ്റ്റിക്കിലാക്കണ പോലെ ഒരിക്കലും കിട്ടില്ല. ഇത് ആകെ കൊത്തിപ്പൊരിയായിട്ട് വരുന്നുണ്ട്.
കിട്ടണ പോലെ കിട്ടിയാൽ മതി. കണ്ട കൊത്തിപ്പൊരി പോലെ വരുന്നത്. പക്ഷെ അതാണ് രസം അല്ലേ? ആ ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ രക്ഷയുള്ളൂ. ഉം. അല്ല അങ്ങനെയല്ലേ കിട്ടണേ പൊടിഞ്ഞിട്ട്. അതല്ല രസം. വീണത് വിദ്യയൊക്കെ അത്ര തന്നെ ഉള്ള, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയ കാര്യത്തിൽ. നമ്മുടെ മീൻ ഈ ലെവലായിട്ടാ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ മൊരിഞ്ഞ് കയറി. സരിതാ ചീഞ്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. അതിലത്തെ വെളിച്ചെണ്ണ മുഴുവൻ എടുക്കണം. ആ ഉപ്പേരി വറുത്തേരി അവിടുത്തെ മതിയാ? ആ അതിൽ കാച്ചിയാൽ മതി. അപ്പോൾ അടുപ്പത്ത് വയ്ക്കില്ലേ? ആ വെളിച്ചെണ്ണ കൂടുതലുണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റാം. വെളിച്ചെണ്ണ അങ്ങനെ കൂടുതലെന്ന് പറയാനില്ല. കണ്ട ഇത് അടുപ്പത്ത് വയ്ക്കുന്നുട്ടോ നമ്മൾ. കുറച്ചുള്ളോ? ഞാൻ ഉള്ളി ഇവിടെ അമ്മീമലൊക്കെ ചതയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഇതാക്കി കൊണ്ടുവന്നു, ഷോപ്പറിലിട്ടിട്ട് ആക്കിയിട്ട് കൊണ്ടുവന്നു. നന്നായി. അവൾ കുറേ നാളായല്ലേ കുടിലേക്ക് വന്നിട്ട് പാചകം ചെയ്യാൻ ഇല്ലേ? പിന്നെ നല്ല രസം, നല്ല രസം. അത് എന്ത് മീൻ വറുത്തത്. ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടാ. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഭയങ്കര കൂടുതലാ ചേട്ടാ. വെളിച്ചെണ്ണ കുറച്ച് മാറ്റിയേക്കായിരുന്നു കേട്ടാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് നിന്റെ ആ വീട്ടിൽ പണ്ട് കാലത്ത് അമ്മാമ്മ ഇത് കാച്ചുമ്പോൾ പറയാറില്ലേ, അച്ഛനൊക്കെ അച്ഛനും വലിയച്ഛനും ഒക്കെ പറയില്ലേ, അതായത് അമ്മ കൂട്ടാൻ കാച്ചുമ്പോഴാണ് കൂട്ടാൻ ടേസ്റ്റ്. അവരവരെ ഭാര്യ വന്ന് കയറി പെണ്ണുങ്ങൾ കാച്ചുമ്പോൾ ഒരു ടേസ്റ്റിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയില്ലേ, അമ്മാമ്മ അവർക്കൊക്കെ കാച്ചാൻ കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ അളന്ന് തുള്ളി തുള്ളി കണക്കിനെ കൊടുക്കുക. അമ്മാമ്മ ഇത്തിരി കൂടുതലായിട്ട് എടുക്കും. അതെ 250 വെളിച്ചെണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിലേക്കാണ്. ഇത്രയധികം അംഗങ്ങളുള്ള വീട്ടിലേക്ക്. എത്ര പേരുണ്ട്? 8 മക്കളാ. പിന്നെ 4 പേരും കല്യാണം കഴിച്ച് അവരുടെ മക്കളൊക്കെ ഇല്ലേ. എല്ലാം കൂടി ആകുമ്പോ നിനക്ക് മാങ്കോശം തരണ? അപ്പോ എനിക്കാ? അല്ല ഞാൻ ചോദിച്ചല്ലോ. അപ്പോ പെട്ടെന്ന് അല്ലാന്ന്. പക്ഷെ അമ്മാമ്മ കൂട്ടാൻ ചക്ക എലിശ്ശേരിയൊക്കെ വെക്കേണ്ട സമയത്ത് അമ്മാമ്മയും അടുക്കള കയറാം. അപ്പം അമ്മാമ്മ 250 വെളിച്ചെണ്ണ എടുക്കും അവരൊറ്റ കൂട്ടാനിലേക്ക്. അതുപോലെ ഉള്ളിയും എല്ലാം നന്നായിട്ട് എടുക്കും. എന്നിട്ട് നല്ല ഇതിൽ വെക്കും. ഇവർക്കൊക്കെ ഇത്രയ്ക്ക് അളവുണ്ട്, ആ അളവ് എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് പെണ്ണുങ്ങൾ കൂട്ടാൻ വെക്കുമ്പോ വന്ന് കയറി പെണ്ണുങ്ങൾക്ക് വല്ലപ്പോഴും കൂട്ടാൻ വെച്ചിട്ട് ടേസ്റ്റ് വല്ലപ്പോഴല്ല വന്ന് കയറി പെണ്ണുങ്ങളെ വെക്കുക. അമ്മാമ്മ അവര് അമ്മാമ്മ വല്ലപ്പോഴും മാത്രം അടുക്കളയിൽ കയറുള്ളൂ. ഇങ്ങനെയുള്ള ചില സ്പെഷ്യൽ കൂട്ടാൻ വെക്കാൻ മാത്രം. അപ്പം അമ്മാമ്മ ആ വെളിച്ചെണ്ണയും ഉള്ളിയും എല്ലാ സാധനങ്ങളും നന്നായിട്ട് എടുത്ത് കൂടുതലെടുത്തിട്ട് കൂട്ടാൻ വെക്കും. അപ്പോൾ എല്ലാ ആൺമക്കളും ഇങ്ങോട്ട് പുകഴ്ത്തി തുടങ്ങണ്ടാ ഞങ്ങളുടെ അമ്മ വെച്ചപ്പോഴത്തെ ടേസ്റ്റ് കണ്ടുപിടിക്കുന്ന അറിയില്ല. ഇതാണ് സംഭവം. പക്ഷെ ഇവര് ഒന്നും മിണ്ടാൻ പറ്റില്ലേ. അല്ല നമ്മളൊക്കെ ആണെങ്കിൽ പറയാം അത് വെളിച്ചെണ്ണ ഉള്ളിയൊക്കെ കൂടുതൽ എടുത്തിട്ടാണ് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വയ്ക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പറയല്ലോ. പക്ഷെ അങ്ങനെ പറയാനും വന്ന് പാടില്ല. തിരുവായിക്ക് എതിർവായി ഇല്ലാത്ത കാലം അല്ലേ? മാങ്കോസിനെ മാങ്കോസ്റ്റിൻ വേണോന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറ്റേ ചാലക്കുടി പരിയാരത്തുള്ള വലിയ മനു മെർലിൻ മറ്റേ നഴ്സറി അവൻ്റെ അവിടെ മാങ്കോസ്റ്റിൻ വിളവെടുപ്പ് വന്ന് 2-3-4 ടണ്ണാണ് ഇന്ന് വിളവെടുക്കണത്. നമ്മളോട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് നിനക്ക് ഇഷ്ടം പോലെ ഇരുന്ന് തിന്നാം. എന്നിട്ട് പോവാൻ പറ്റില്ലല്ലോ. കാരണം 4 അടിപ്പാതകളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ബ്ലോക്കാണ്. അങ്ങോട്ട് പോകാൻ ഇനി പറ്റാം. നമുക്ക് ആമ്പല്ലൂര് തൊട്ടിട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ബ്ലോക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ പോയി തന്നെ റംബുട്ടാൻ്റെ വിളവെടുപ്പ് ഒരു മഹോത്സവം. അല്ല മാങ്കോസിൻ്റെ ഒരു മഹോത്സവമാണ്. വിളവെടുപ്പ് അവിടെ. ശരിക്കും പറയാം റംബുട്ടാനാണോ മാങ്കോസ്റ്റിനാണോ? ഇപ്പൊ മാങ്കോസ്റ്റിൻ. റംബുട്ടാൻ ജൂൺ മാസം കഴിയണ്ടേ? അവൻ കാലത്ത് ഫോൺ വിളിച്ചത് റംബുട്ടാന്റെ പടം എനിക്ക് റംബുട്ടാനല്ല മാങ്കോസ്റ്റിൻ. ചേട്ടൻ രാവിലെ അവൻ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നോട് വന്ന് പറഞ്ഞത് റംബുട്ടാന്റെ വിളവെടുപ്പുണ്ട്. റംബുട്ടാൻ ആയിട്ടില്ലല്ലോ. പക്ഷെ ചേട്ടൻ എന്നോട് റംബുട്ടാൻ എന്ന് പറഞ്ഞു. ഇപ്പോഴും ചേട്ടൻ റംബുട്ടാൻ എന്ന് പറഞ്ഞു, മാങ്കോസ്റ്റിൻ എന്ന് പറഞ്ഞു. മാറി മാറി പറയുന്നുണ്ട്. ശരിക്കും കിട്ടാ മാങ്കോസ്റ്റിൻ വെള്ള സാധനം അതിന്റെ ഉള്ളിലുള്ളത്. റംബുട്ടാന്റെ ഉള്ളിൽ വെള്ള തന്നെയാ. ആ വെള്ളയല്ല ഇത്. ഇങ്ങനെ ഈ മറ്റേ കൊടപ്പുളിയുടെ പോലെയുള്ളതാണ്.
ഉള്ളിൽ. അത് മാംഗോസ്റ്റ്. ആ അതാണ് സാധനം. ഇപ്പം മാങ്കോസ്റ്റിന് ഉണ്ടാവാ, റംബൂട്ടാനല്ല. ആ അപ്പം മതിയാവോളം തിന്നാമായിരുന്നത്. കുത്തിപ്പൊടി മുളകിടുന്നു കേട്ടാ. ഉള്ളിമുളകൊക്കെ മൂത്തൂട്ടാ. അല്ലാതെ അതിൽ കൊള്ളില്ല. അപ്പൊ കോഴിക്കായിരിക്കും നമുക്ക് ഇടാം. ഇതിലേക്ക് ഇടാൻ പോവാട്ടാ. ഞാൻ ചെയ്യാറി മറക്ക് അത് നീക്കിച്ച് ഇതേ ശരിയെന്നു കേട്ടാ. ഇടാം കോരിട്ടോ. അടിപൊളി കൂട്ടാനാവും. നല്ല പോലെ വെളിച്ചെണ്ണയൊക്കെ ആക്കി അടിപൊളിയായിട്ട് തീ കിട്ടുന്നത്. അതെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ആവശ്യം കഴിഞ്ഞില്ല. അങ്ങനെ ചക്ക കൂട്ടാൻ, ചക്കരിശ്ശേരി, ചക്ക ഇതായി. ഞാൻ ചോറെടുത്തിട്ടുണ്ട്. ഇതായിരിക്കും ജഗും മീൻ വറുത്തെടുത്ത് തിന്നണം കേട്ടാ. എന്നിട്ട് വായന വെള്ളം ഒലിച്ചാ. നല്ല ടേസ്റ്റ്. ആ കൊഴുവി ഒരു ഉരുള. ആർക്കാണ് ആദ്യത്തെ ഉരുള തരേണ്ടത്? ചോറിൽ ഉപ്പുണ്ടാവില്ല. കഴിച്ചോ. വായ നിറച്ചുകൊണ്ട് കഴിക്കും. സാധനം ചോറിൽ ഉപ്പിട്ടിട്ടില്ല കാരണം. അയ്യേ ചോറിൽ ഉപ്പിടാൻ കൊണ്ടുപോകണോ? അപ്പം അതിൻ്റെ ടേസ്റ്റ് പോലെ ഉപ്പ് പൊടി എടുത്തോണ. ഞാൻ പോയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതി. ശീലായി കൂടും. വേണ്ട ശീലം. നീ ഉപ്പ് പാത്രം അതല്ലേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചോറിൽ ഉപ്പ്. ആ എനിക്ക് കുഴപ്പമില്ലല്ലോ. നിനക്ക് കുഴപ്പമില്ല വെച്ചിട്ട് ഞാൻ എന്നിട്ട് ഞാനെപ്പോഴും ഉപ്പ് വേത്തറാൻ നിൽക്കാം. അങ്ങനെ 2 വട്ടം കഴിച്ചു ശീലാവും ചേട്ടാ. ഇത് ഉപ്പില്ലാണ്ട് ഈ സാധനം കഴിക്കാൻ ഒരു രസമില്ല. കറിയിൽ ഉപ്പുണ്ടല്ലോ. കറിയിൽ ഉപ്പുണ്ടെങ്കിൽ കൂട്ടാൻ ഇതിൽ ഉപ്പ് വേണ്ടേ? കൂട്ടാൻ മാത്രം കഴിക്കുകയാണെങ്കിൽ ഉപ്പ് വേണ്ട. ഇത് ഒരു രസമില്ല. ഇത് ചോറ് വെറുതെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു രസമില്ല. ഇത്രയും ടേസ്റ്റുള്ള കൂട്ടാൻ നമുക്ക് അതിൻ്റെ തനതായ രീതിയിൽ കഴിക്കില്ല. എനിക്ക് കുഴപ്പം തോന്നുന്നില്ലേ? നമ്മുടെ ജഗ്ഗു ഉപ്പ് മാത്രം കൊണ്ടു കേട്ടോ. ഉപ്പിടാണ്ട് അല്ല ഇപ്പൊ കൊറേ നാളായാലോ. 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവില്ലേ ഇതിപ്പോ തീരെ ഉപ്പിടില്ല. ഞാൻ ഉപ്പിട്ടിട്ട് കഴിക്കാറ്. അതെ അല്ല പിന്നെ ഞാനെന്തിനും ഉപ്പിടാണ്ട്. ജഗ്ഗു ഉപ്പിടാറില്ലല്ലോ. ജഗ്ഗു ഉപ്പിടാറില്ല. ശ്രദ്ധിക്കാറില്ല. ഉപ്പുണ്ടോ ഇല്ലയെന്ന് ജഗ്ഗു ശ്രദ്ധിക്കാറ് പോലും ഇല്ല. കഞ്ഞി വരെ ജഗ്ഗു ഉപ്പില്ലാണ്ട് കഴിക്കുക. കഞ്ഞി കഴിക്കുമ്പോ ഉപ്പ് വേണം, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. അതിൽ പുളിയുള്ള തൈര് കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? തീരെ ഉപ്പുണ്ടാവില്ല. ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. എനിക്കിപ്പോ കുഴപ്പം തോന്നില്ലേ. ഉപ്പ് നിൽക്കണ ചോറേ വേറെ മാറ്റി വെച്ചോ. എന്നിട്ട് ഉപ്പിട്ടോ. ചേട്ടന് മാത്രം ഉപ്പ് വേണ്ടോ? ഉപ്പ് വേണ്ട. അപ്പൊ ശരിക്കും പറഞ്ഞ ചക്ക കൂട്ടാൻ ടേസ്റ്റ് ഇല്ലേ? ഉപ്പിനാണ് ടേസ്റ്റ് അല്ലേ? ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവാ. ശരി, എല്ലാ സാധനങ്ങൾക്കും ടേസ്റ്റ് നമ്മൾ അറിയണത് ഉപ്പ് ചെല്ലുമ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ലേ? കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു കറിയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തില്ല ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഉപ്പിട്ടില്ലെങ്കിൽ പോയി. പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ 3ൽ പഠിക്കുമ്പോഴാണെന്നുകൊണ്ട് ഒരു പാടുണ്ടായിരുന്നു ഹിമാലയത്തിനെ കുറിച്ചിട്ട്. ഹിമാലയം മറ്റേ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളെ കുറിച്ചിട്ടുള്ള ഒരു പാഠം. അപ്പോൾ അതിലൊരു ഇതുണ്ട്, ഡയലോഗല്ല, അതിലൊരു വാചകം: ഉപ്പില്ലാതെ കറിയില്ല, എന്നെ കൂടാതെ ഭാരത ചരിത്രവുമില്ല. ഹിമാലയം പറയാണ്. അങ്ങനൊരു വാചകം ഉണ്ടെന്ന്. അപ്പൊ ഉപ്പില്ലാണ്ട് കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സാധനത്തിന് ചോറൊക്കെ പെടല്. അപ്പൊ ഞാനത് കഴിക്കട്ടെ. ഹിമാലയത്തിൽ ഉപ്പ് എടുത്തിട്ടല്ല, ഹിമാലയൻ സോൾട്ട് കേട്ടല്ലേ?
അതൊരു കമ്പനിയാവും. ഹിമാലയാന്ന് പേരാവോ സോൾട്ടിന്റെ? ഹിമാലയത്തിലെ എവിടെ ഹിമാലയൻ റോക്ക് കല്ല് എന്താ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോളോട്ടാ. അത് കിടന്നോട്ടെ. വേണ്ട വേണ്ട. അല്ലല്ല തെറ്റാണ് ആളുകൾ പറഞ്ഞോളൂ. ഹിമാലയൻ റോക്ക് നമ്മുടെ അറിവ് അല്ലാണ്ട് അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ നോക്ക്. കടലിൽ നിന്നല്ല ഉപ്പ് കിട്ടാ, വേറെ റോക്ക് സോൾട്ട് ഉണ്ട്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അപ്പൊ മീൻ മുഴുവൻ തിന്ന് കഴിക്കും. ജഗ്ഗുന്റെ ശ്രദ്ധ മുഴുവൻ അതെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ ഞാൻ നിങ്ങൾക്ക് മകൻകോടി അല്ല വേണ്ട 1980 നമുക്ക് കിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുകയായിരിക്കും. അപ്പോഴേ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അത്യാവശ്യം അറിവുള്ള ആൾക്ക്, പഠിക്കാൻ താല്പര്യമുള്ള ആൾക്ക് അത് മുഴുവൻ സ്വായത്തമാക്കാൻ പറ്റും, അറിവുകൾ ആക്കാൻ പറ്റും. പിന്നെ ഓരോ കൊല്ലങ്ങൾ ചെല്ലും തോറും ഇപ്പോൾ നമ്മൾ ഈ PSC ചോദിക്കുമ്പോൾ ഇന്ന എണ്ണം കൂടി വന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ആദ്യം ഒരു 5-6 പേജുള്ള ഒരു കുഞ്ഞു ബുക്ക് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയ്ക്ക് പോകുന്ന ഈ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം, ഏറ്റവും നീളം കൂടിയ നദി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും വലിയ അണക്കെട്ട്, ഇന്ത്യയിലത്തെ ഏറ്റവും വലുത്, ലോകത്തിലത്തെ ഏറ്റവും, അങ്ങനെയുള്ള ഏറ്റവും വലുത്, ഏറ്റവും വലുത്, ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, അങ്ങനത്തെ സാധനം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പൊ IPL വന്നു, അങ്ങനത്തെ കുറെ ഇതുകൾ വന്നു. ഞാൻ എത്രയിലും 5-ലും 6-ലും അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു കുഞ്ഞു ബുക്ക് കിട്ടിയിട്ട് അത് മുഴുവൻ ഞാനത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഇത് കണ്ടപ്പോൾ ഏറ്റവും വലുത് ഇതാണോ, അപ്പോൾ അതിൻ്റെ ഹൈറ്റ്, അപ്പോൾ ഏറ്റവും വലിയ തിയേറ്റർ രാഗം തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര സീറ്റ് അങ്ങനെയൊക്കെ പറയട്ടെ, കേരളത്തിലത്തെ ഏറ്റവും വലിയ തിയേറ്റർ. അപ്പം അങ്ങനെ അതൊക്കെ വായിച്ച് അതൊക്കെ ഞാൻ പഠിച്ചു. അപ്പം എനിക്ക് പിന്നെ വല്ലവരടുത്ത് അതൊക്കെ പറയാണ്ട് എനിക്കിതൊക്കെ അറിയാവുന്ന മറ്റുള്ളവരെ അറിയിക്കണ്ടേ. അപ്പം ഞാനെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിവ് അളക്കാൻ പറ്റില്ലെന്ന്, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പോൾ ആ അബദ്ധങ്ങൾ തിരുത്താനാണ് നമ്മുടെ പ്രേക്ഷകർ അറിവിൻ്റെ ഒരു ഭണ്ഡാരം ആളുകൾ പഠിച്ചിട്ടുള്ള ആളുകൾ ഇഷ്ടം പോയിട്ടുണ്ട്. അപ്പോൾ അവർ തിരുത്തിയോളൂ. അപ്പോൾ ഈ ഹിമാലയൻ റോക്ക് ഉണ്ടാ അത് മറ്റേ ഈ പാൻജിയ എന്ന് പറഞ്ഞുള്ളൊരു സൂപ്പർ കോണ്ടിനെന്റ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. പണ്ടോറ അതാണ് പണ്ടോറ, അത് അവതാർ സിനിമ പാൻജിയ. അപ്പോ പാൻജിയ എന്ന് പറഞ്ഞിട്ടൊരു ഒരൊറ്റ കോണ്ടിനെന്റും പന്തലാസയ അങ്ങനെ പറഞ്ഞിട്ട് ഒരൊറ്റ ഓഷ്യൻ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. പിന്നെ അത് മറ്റേ കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ് വന്നിട്ട് അത് തിരിഞ്ഞിട്ടാണ് 7 ആഫ്രിക്കയായിട്ട് യോജിച്ചു. 7 കോണ്ടിനെന്റ്സ് ഉണ്ടായത് പഠിച്ചിട്ടില്ലേ ജോഗ്രഫിയിലാ. എന്നിട്ട് അപ്പോ ആ സമയത്ത് മറ്റേ മംഗോളിയ ഭാഗില്ലേ, അവിടെ ഒരു കടലുണ്ടായിരുന്നു. ആ കടലും നേപ്പാളിന്റെ ഇടയിൽ. അപ്പൊ നേപ്പാളിൽ ഇന്ത്യ വന്നിട്ട് ചിലപ്പോ കടലാണ് ഇപ്പൊ ഈ ഹിമാലയ മാറി. ഉപ്പ് ഇപ്പൊ മുകളിലെ ഹിമാലയൻ. പിന്നെ നിരീക്ഷണം അല്ല, യൂട്യൂബ് ചാനലിൽ ഇരുന്ന് കണ്ടിട്ടാണ് ഷോർട്സ്. യൂട്യൂബില് പാചകത്തിന്റെ ഇത് കണ്ടിട്ടേ അതിലെ ആള് ഹിമാലയൻ റോക്ക് മറ്റേ ഓവനില് 400 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അതില് മറ്റേ സാൽമൺ കുക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് പിങ്ക് സോൾട്ട് അവിടെ പിങ്ക് സോൾട്ട് കൊണ്ട് നമ്മൾ ഓർഗാനിക്കിന്റെ വാങ്ങിക്കില്ലേ. അപ്പൊ നമ്മുടെ നിരീക്ഷണം തെറ്റി. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ലോകകാര്യങ്ങളെ കുറിച്ച് വല്ലാണ്ട് കേറിപ്പോയി. ഹിമാലയത്തിലേക്ക് എവിടെന്നാ ഹിമാലയം മഞ്ഞ് മൂടി എടുക്കുന്ന സ്ഥലത്ത് എവിടെ നിന്ന് ഉപ്പ് ചോദിച്ചു. അപ്പൊ ഇങ്ങോട്ടിട്ട് സരിത ചോറിൽ ഉപ്പിടുന്നതായിരിക്കും. അവർക്ക് ഉപ്പ് വേണമെങ്കിൽ വേണ്ട, നമുക്ക് നിർത്താം, സമയം കുറേ. ഇനി ഇതിന് വെച്ച് തുടങ്ങി ഇവർക്ക് പോയിട്ട് അവിടെ പോയി ചോറണം, ഇതെനിക്കുള്ളല്ലോ. അപ്പൊ നിർത്താം. അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. മീൻ മുഴുവൻ അവിടെ നിന്ന് കഴിഞ്ഞു വേണ്ട, അത് നോക്കിയേ. മീൻ വറക്കാനുണ്ട്, വറക്കാം. എനിക്ക് മറ്റേ മൂരിഞ്ഞ പറഞ്ഞ മറ്റേ പീസ് ചെറിയ